അമ്പ അടിപൊളി. കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് മാറിയിരിക്കണം അല്ലേ? ചെറുപ്പത്തിൽ മാങ്ങയായാലും ശരി ചക്കയായാലും ശരിയല്ലോ. അതായത് ചക്ക പറിക്കാൻ കയറി കഴിഞ്ഞാൽ ചക്കേന്റെ മേലെ നിന്ന് പ്ലാവിന്റെ മേലെ നിന്ന് ചക്കയൊക്കെ റെഡിയാക്കണം. താഴത്തേക്ക് കുരു മാത്രമേ എത്തുള്ളൂ. ഓ ദാരിദ്ര്യം. അതിന്റെ മേലെ നിന്ന് സംഭവം എല്ലാം റെഡിയാക്കും. ആണോ? പറയൂ പറയാ. പറഞ്ഞോളൂ. ആ വിളഞ്ഞി. യെസ് വിളഞ്ഞി. പാലക്കാട് എന്താ പറയാ, നമ്മുടെ മലപ്പുറമായാലും കോഴിക്കോട് ഒഴിക്കാൻ പോവാണ്. നല്ല ചൂടുണ്ട്. ഞാൻ വെറുതെ പറയല്ല, ലൈക്ക് ഞാൻ ജീവിതത്തിൽ കഴിച്ച ഏറ്റവും ബെസ്റ്റ് ചിപ്സ്. ആ സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ലേ? ആ അത് ഭയങ്കര ക്രിസ്പിയാണ്. ചെറുപ്പത്തിൽ മാങ്ങയായാലും ശരി ചക്കയായാലും ശരിയല്ലോ. അതായത് ചക്ക പറിക്കാൻ കയറി കഴിഞ്ഞാൽ ചക്കേന്റെ മേലെ നിന്ന് പ്ലാവിന്റെ മേലെ നിന്ന് ചക്കയൊക്കെ റെഡിയാക്കണം. താഴത്തേക്ക് കുരു മാത്രമേ എത്തുള്ളൂ. ഓ ദാരിദ്ര്യം. അതിന്റെ മേലെ നിന്ന് സംഭവം എല്ലാം റെഡിയാക്കും. ആണോ? അതായത് പ്ലാവിന്റെ മേളിൽ കയറിയിട്ട് അവിടെ തന്നെ ചക്ക തിന്നും. അതിന്റെ നല്ല ശീലത്തിൽ പൊളിക്കാം. അത് ശരി. കൂണിങ്ങോട്ട് സെപ്പറേറ്റ് ആയിട്ട് വരുമല്ലോ, പൊളിച്ചിട്ട് ഇഷ്ടം പോലെ തിന്നും. അല്ല മാങ്ങ ഞങ്ങൾ തിന്നലുണ്ടായിരുന്നു. ഹോർലിക്സും ബൂസ്റ്റും ഒന്നല്ലേ, ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ എനർജി ഇതൊക്കെയായിരുന്നു അല്ലേ? ഓക്കെ കൂൾ. അപ്പൊ അതാണ് ഈ ആരോഗ്യത്തിന്റെ രഹസ്യം. എന്നാ അതാ പിന്നെ അങ്ങനെ ഇരിക്കേണ്ടി വരും. അതെ, മനസ്സിലായവർക്ക് മനസ്സിലായി കാണും. അങ്ങനെ ഇതാ ഇതിലേക്ക് ഇട്ടോളൂ. കഴിഞ്ഞോ? ടേബിളിന്റെ ചക്കൊക്കെ കഴിയാറായില്ലേ? ഓക്കെ. അപ്പം ഞങ്ങളിതിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കുറേ കഥ. ഏയ് ഇത് കണ്ട അതൊക്കെ ഞാൻ ശരിയാക്കിയതാ. അല്ലല്ല, ഞാൻ അത്ര ഒരു ചക്ക ഫാനല്ല. പഴഞ്ചക്കയാണെങ്കിൽ പിന്നെയും കഴിച്ചേനെ. പക്ഷെ ഇത് പഴഞ്ചക്ക ആവാൻ മാത്രം ആയിട്ടില്ല. ഇത് പച്ചയാണ്. പച്ചയല്ലല്ലോ, എന്താ പറയുക? നിങ്ങളെന്തോ നേരത്തെ ഒരു വാക്ക് പറഞ്ഞല്ലോ, ചക്ക പഴുക്കേ പുളിക്കേ എന്താ? പുളിക്കേ പുളിക്കാന്ന് പറയാ. അതായത് പഴുക്കുന്നതിന്റെ പ്രാരംഭ ദശയിലേക്ക് എത്തും. ഓഹോ, പുളിപ്പാണ് കഴിഞ്ഞു കഴിഞ്ഞാലാണ് ശരിക്കും ചക്ക പഴുക്കുക, പഴുത്ത് തുടങ്ങാം. പഴുത്ത് തുടങ്ങുന്നതിനാണ് പുളിക്കാന്ന് പറയാ. ഇത് പാലക്കാടിനാണോ മലപ്പുറമാണോ? ഞാൻ പറയുന്നത് പാലക്കാട്. പാലക്കാട് അല്ലേ? കാസർഗോഡ് പുളിക്കാ തന്നെ പറയില്ലേ? ഓക്കെ, പൊളിക്കട്ടെ. ഏറെക്കുറെ തീരാനായി. ഞങ്ങളുടെ ലാംഗ്വേജിനെ പറ്റി പറഞ്ഞിട്ട് ഞങ്ങൾ എപ്പോഴും വഴക്കാം. അമ്മയുടെ മലപ്പുറം ഭാഷയെ വളരെ പുകഴ്ത്തി വെക്കും. അതെ, ഞാൻ എൻ്റെ പാലക്കാടൻ ഭാഷേനെ പുകഴ്ത്തി വെക്കും. കൊള്ളാം. രണ്ടാളും കോഴിക്കോട് നിന്ന കാര്യമൊക്കെ മറന്നോ? 10-30 കൊല്ലം. എനിക്ക് പറയാനാണെങ്കിൽ കോഴിക്കോട് കഥകളേ ഉള്ളൂ. കാരണം ഞാൻ ജനിച്ചതും വളർന്നതും കുറച്ചൊക്കെ എവിടെയാണെങ്കിലും ബാക്കിയൊക്കെ അങ്ങോട്ട് കോഴിക്കോട് രാമനാട്ടുകരയായിരുന്നു. പിന്നെ ഇതാ ഇപ്പോൾ ഇവിടെ മലപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. അല്ല, അതെന്താ വെച്ചാല് നമ്മൾ ഈ ചൈൽഡ്ഹുഡിൽ എന്ത് ഭാഷ നമ്മൾ പഠിച്ചോ അത് ഒരു പരിധി വരെ അത് നമ്മുടെ മരണം വരെ ഉണ്ടാവും. അതാണ് സത്യം. അതിപ്പം അച്ഛൻ 6th വരെ അവിടെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ആ സ്ലാങ് വന്നു പോകും. അത് ശരി, അതാണ് സത്യം. അല്ലാതെ അതിന് പാലക്കാട് ഭാഗത്തൊക്കെ മറ്റേ വേറൊരു ഇത് മറ്റേ അല്ലല്ല എന്താണ്ടാ ഉണ്ണിയെ ആ ഒരു സാധനമാണല്ലോ ഇതില് ബിജു. മറ്റേ ഇത് ഗവിയിൽ പറയും, ഗവി ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന
ഓക്കെ, അപ്പം ഇതിൻ്റെ പരിപാടി തീർത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്കി പരിപാടി കാണിച്ചു തരാം. ഓക്കെ, അല്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടുപോകും. എന്താ ചോദ്യം എന്താ ഒന്നും കൂടി ചോദിക്കണം. അമ്മയോട് ചോദിക്കുന്നത് എന്താ വെച്ചാല് ഇത് ചക്കേന്റെ വെട്ടുന്ന സമയത്ത് ചക്ക വെട്ടുന്ന സമയത്ത് ആ വെളുത്തിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, വെള്ള പശ കറ, അതിന് നിങ്ങൾ സാധാരണ ഭാഷയിൽ എന്താ നിങ്ങൾ കോഴിക്കോട് ആയാലും മലപ്പുറം പാലക്കാടായാലും എന്താ പറയാ? അപ്പൊ പറയൂ. ഞാൻ പറയണം. അത് ഞാൻ പറഞ്ഞുതരാം മിണ്ടല്ലോ. കവണയല്ല, കവണ മറ്റേതാണ്, കിളീനെയൊക്കെ കല്ല് വെച്ച് അടിക്കുന്ന കവണ. ഇത് ചക്കേന്റെ കറ എന്ന് പറഞ്ഞാ മതി ശരിക്കും. ആണല്ലേ? അമ്മ പറയും. ഓക്കെ, എന്താ പറയാ? ഓക്കെ, അച്ഛൻ പറയും പാലക്കാടൻ. ഞങ്ങൾ പാലക്കാട് പറയും മുളഞ്ഞ്. ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മ എന്താ പറയാ? പറയാ വിളഞ്ഞി. യെസ്, വിളഞ്ഞി. പാലക്കാട് എന്താ പറയാ, നമ്മുടെ മലപ്പുറമായാലും കോഴിക്കോടായാലും വിളഞ്ഞി. അതെനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മറന്നുപോയതാ. കവളല്ല, അല്ലല്ല, വിളഞ്ഞി എനിക്ക് ഓർമ്മയുണ്ട്, മറന്നുപോയതാ. ഞങ്ങള് പാലക്കാടൊന്നും പോയിട്ട് വിളഞ്ഞൊന്നും പറയില്ലേ. ഇപ്പൊ പാലക്കാട്ടുകാര് ലാസ്റ്റ് ചീത്ത പറയും, പാലക്കാട് തന്നെ പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളിൽ ഓരോ വാക്കുണ്ടാവും. അങ്ങനെയാണല്ലോ നമ്മുടെ ഭാഷ. ഇംഗ്ലീഷ് പോലെയൊന്നും അല്ലല്ലോ. ഓക്കെ ഗൈസ്, അപ്പം ഏറെക്കുറെ തീർന്നിട്ടുണ്ട്. പുഴുക്കനുള്ളത്, നമ്മുടെ ചിപ്സിനുള്ളത്, അത് കറിക്കുള്ളത്, അത് പുഴുക്കിനുള്ള ഇനിയായിരിക്കും. ഓക്കെ, ഇത് വേസ്റ്റാണേ. അപ്പം കുറേ ഒരു വലിയ ചക്ക പറിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ആണോ? ഓക്കെ, ഓക്കെ. അപ്പം ഇത് വറക്കുന്നത് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ വറക്കാൻ പോവാണ്. എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിൽ മഞ്ഞൾപ്പൊടി ഉപ്പൊന്നും ഇടൂലേ? ആണോ? എനിക്ക് മനസ്സിലായില്ല. വെളിച്ചെണ്ണയിൽ നമ്മൾ ഇതില്ലേ, എന്താ പറയാ, ചക്ക അതിന് പാകമായി വരുന്ന സമയത്ത് വെള്ളം തളിക്കുക, ഉപ്പ് വെള്ളം തളിക്കുക ആ എണ്ണയിൽ. ഓക്കെ ഓക്കെ, അപ്പോൾ അത് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കലക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കാൻ പോവാണ്. മുഴുവൻ ഒഴിച്ചോളൂ, പിന്നെ അടി വയ്ക്കണ്ട, കറക്കല്ലോ. ഓക്കെ, ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. ഓക്കെ, ഇവിടെ വെളിച്ചെണ്ണ തിളച്ച് വരുന്നുണ്ട്. ഇടാനായില്ലേ ഓൾമോസ്റ്റ്? ഓക്കെ, പിന്നെ വേറൊരു സാധനം കാണിച്ചു തരാം. ഇതാ മുള്ളൻചക്ക അല്ലേ? ഇതിന് വേറെ പേരുണ്ടോ എന്തെങ്കിലും? മുള്ളാത്ത. ഓക്കെ, അപ്പം മുള്ളൻചക്ക. ഇതെന്തോ ഒരു തരം മാങ്ങയാണ്, വേണുമാമ്പ കൊണ്ടു തന്നതാ. പേരറിഞ്ഞൂടാ, പേരറിയാത്തൊരു മാങ്ങ. ഓക്കെ, അപ്പം നമ്മൾ വറക്കാൻ പോവാ അല്ലേ? ഓക്കെ, ആദ്യം ഒരു പീസ് ഇട്ട് നോക്കണോ? ആയില്ലേ? അരെ വാ. മതിയോ അല്ലേ? ഇനി എന്താ ചെയ്യാൻ പോണേ? ഉപ്പ് കലക്കി വെച്ചിട്ടുണ്ട്. അത് ഈ വെളിച്ചെണ്ണയിലേക്ക് ഒഴിക്കുക, കുടയും അല്ലേ? ഓക്കെ, ഓരോരോ ട്രിക്കേ. ഇത് നമ്മൾ ചിപ്സ് കായ വറുത്തതില്ലേ, ഉണ്ടാക്കുമ്പോൾ കരകര സൗണ്ട് വരില്ലേ, ആ സൗണ്ട് വരണം. അപ്പോഴാണ് ഇത് മൂത്തു എന്നുള്ളത് മനസ്സിലാവും അല്ലേ? ഓക്കെ, അതിൻ്റെ ക്രിസ്പിനെസ് വന്നു എന്ന് മനസ്സിലാവാൻ വേണ്ടി എന്തൊരു കരകര സൗണ്ട് ഇത് ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത്. ഓക്കെ, അല്ല ഞാനും ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് പാകമാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. എന്താ
എങ്ങനെ അത് ഞാൻ നാളെ തരത്തിന് കോരി ആ കോരിയിട്ട് ഇവിടേക്ക് വെക്കല്ലോ, അപ്പം ഞാനിത് ഇങ്ങോട്ടേക്ക് വെക്കാം. ഓക്കെ. അപ്പം അത് അവിടെ നിന്ന് ആയിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഡയറക്റ്റ് ഈ സാധനം കൊണ്ട് കോരിയിട്ട് ഇതിനകത്തേക്ക് ഇടും. എന്നിട്ട് എക്സസ് ഓയിൽ നമ്മൾ ഇല്ല ആയിട്ടില്ല. ഒന്നും കൂടെ അപ്പോൾ അത് ഒന്ന് കളർ വരട്ടെ, കാണിച്ചു തരാം. ടേസ്റ്റ് ഉണ്ടോ നോക്കണം. ഓക്കെ. ഇതാ നമ്മുടെ സാധനം ആയിട്ടുണ്ട്. ഇപ്പം കൈയിട്ടാൽ കൈ പൊള്ളും, അതുകൊണ്ട് ഞാനിപ്പോൾ കൈ ഇടുന്നില്ല. ഓക്കെ. അപ്പം ഇനി അടുത്ത ബാച്ച് വറക്കാനിടാം അല്ലേ? ഓക്കെ. ആ കഴിഞ്ഞ ബാച്ച് കുറച്ച് കുറവായിരുന്നു, ഈ ബാച്ച് കുറച്ച് കൂടുതലിടുന്നുണ്ട്. ആരപ്പാ സെറ്റ്. അപ്പം ഇത് ഞങ്ങൾ മൊത്തം വറുത്തിട്ട് അപ്പം തിന്നാൻ തോന്നുന്നു. കൈയിട്ടാൽ പൊള്ളുന്നു. ചൂടുണ്ടാവേ. ആ ഉണ്ടാവും. അതിനോ ഉപ്പുണ്ട്. കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്പ അടിപൊളി. കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് മാറിയിരിക്കണം അല്ലേ? നല്ല ചൂടുണ്ട്. ഞാൻ വെറുതെ പറയല്ല, ലൈക്ക് ഞാൻ ജീവിതത്തിൽ കഴിച്ച ഏറ്റവും ബെസ്റ്റ് ചിപ്സ് മറ്റേ ചക്കയുടെ ചിപ്സ്, അത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ്. അത് ഈ ചൂടോടെ കഴിക്കുന്ന എന്ത് ടേസ്റ്റ് അത്. അടിപൊളി. ഇത് ഫസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഇറങ്ങാനുണ്ട്, എന്നാലും ഇത് ഫസ്റ്റ് ബാച്ച് ഞാൻ തന്നെ തീർക്കുന്നതാണ് എൻ്റെ ഒരു ബലമായ വിശ്വാസം. ആ ചൂട് ഓ അപ്പോൾ അത് കൊള്ളാം കേട്ടോ, അടിപൊളി. ഇത്ര സൂപ്പറാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അടിപൊളി, സൂപ്പർ. ഇത് ഫ്രഷിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? ഇത് ഇങ്ങനെ തന്നെ തിന്ന് തീർക്കണം. പക്ഷെ വെളിച്ചെണ്ണ കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് ആ നല്ല വെളിച്ചെണ്ണയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത് മൊത്തം വറുത്തിട്ടൊരു ഫുൾ ബാച്ച് ഞാൻ എങ്ങനെ ഉണ്ടാവും എന്ന് കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, ഇതാ നമ്മളിത് മൊത്തം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നതാണ്. ആ സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ലേ? ആ അത് ഭയങ്കര ക്രിസ്പിയാണ് കേട്ടോ. ഓക്കെ, രണ്ടെണ്ണം തിന്നേക്കാം. അപ്പോൾ ഓക്കെ, ഇത് നമ്മൾ ഇതിൻ്റെ ബാക്കി നാളെ കാണിച്ചു തരാം. ഓക്കെ, കഴിക്കുന്നുണ്ട്.